എല്ലാവർക്കും നമസ്കാരം. നാരായണീയം ദശകം 4 അഷ്ടാംഗയോഗവും തത് സിദ്ധി പ്രകാരവും. ശ്ലോകം 1. കല്യതാം തവ കുരുഷ്വ താവതിം കല്യതേ ഭവത് ഉപാസനം യയാ സ്പഷ്ടം അഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിം ആപ്നുയാം. അഷ്ടാംഗയോഗമനുസരിച്ച് ഉപാസന ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തിക്കോളാം. തൻ്റെ ആരോഗ്യം, ആചാര്യൻ്റെ ആരോഗ്യം മേൽഗതി ഉണ്ടായാൽ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഹേ ഗുരുവായൂരപ്പ, ഭഗവാനെ അങ്ങേ ഉപാസിക്കുന്നതിന് എത്രമാത്രം ആരോഗ്യമാണോ വേണ്ടത്, അത്രയും ആരോഗ്യം എനിക്ക് സിദ്ധിക്കുവാൻ കനിയണമേ. എനിക്ക് പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്താൽ പൂർണ്ണമായ അഷ്ടാംഗയോഗ വിധി അനുസരിച്ചുള്ള ഉപാസന ചെയ്ത് ഞാൻ അങ്ങയെ പ്രസാദം, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തെ അല്ലെ എൻ്റെ മനസ്സിനെ അങ്ങയുടെ പ്രസാദം സ്വീകരിക്കുവാനുള്ള നിലയിലേക്ക് തീർച്ചയായും എത്തിക്കുവാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഈശ്വരനെ ശരിയായി കൃത്യമായി ഉപാസിക്കുന്നതിന് ആരോഗ്യം കൂടിയേ തീരൂ. നമുക്കെല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അസുഖമോ അല്ലെങ്കിൽ ബോഡി പെയിൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്കതിനുള്ള സാധ്യത കുറവാണ്. മനസ്സമാധാനത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല. അപ്പോൾ ആരോഗ്യം തീർച്ചയായിട്ടും വേണം. അതാണ് എനിക്ക് ഇപ്പോഴില്ലാത്തത് എന്നാണ് ആചാര്യൻ പറയുന്നത്. അതിനുള്ള ആരോഗ്യം എനിക്ക് അങ്ങ് പ്രദാനം ചെയ്താൽ ഞാൻ സന്തോഷത്തോടെ വിധിയാം വണ്ണം യമ നിയമാദി അഷ്ടാംഗയോഗ പാലനം ചെയ്ത് യോഗിയായി ഭാഗവത ധർമാനുസാരം കഴിയുന്നതിന് തയ്യാറാണ്. അതായത് ഭാഗവത ധർമാനുഷ്ഠാനം സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുന്നതിന് ഭഗവാന്റെ കടാക്ഷം കൂടിയേ തീരൂ. ആ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതില്ല. ആയതിനാൽ അങ്ങയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ആ അനുഷ്ഠാനങ്ങൾ ചെയ്യുവാനുള്ള കെൽപ്പ് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഷ്ടാംഗ യോഗങ്ങളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. നിത്യേന ശൗചം പാലിക്കണം. ശൗചം എന്നാൽ ശുദ്ധി എന്നാണ്. അപ്പോൾ ബാഹ്യമായ ശുദ്ധിയുണ്ട്, ആന്തരികമായ ശുദ്ധിയുണ്ട്. ആന്തരിക ശുദ്ധി എന്നാൽ മനഃശുദ്ധി ആണ് മുഖ്യമായിട്ടുള്ള. മനസ്സിനെ എപ്പോഴും കാമക്രോധാദികളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് വെക്കുക. ബാഹ്യശുദ്ധി അതായത് സ്നാനാദി ശരീരശുദ്ധികളായിരിക്കുന്നു. എല്ലാ ദിവസവും കുളിച്ച് ഒക്കെ ചെയ്യുന്നതാണ് ബാഹ്യശുദ്ധി. പിന്നെ മറ്റൊന്നാണ് സ്വാധ്യായം. എന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുക. അത് നമ്മുടെ ഈ നാരായണീയ ക്ലാസ് കേൾക്കുന്നതിലൂടെയൊക്കെ അത് സാധ്യമാകുന്നുണ്ട്. എങ്കിലും ഓരോ ശ്ലോകമെങ്കിലും നിത്യേന പഠിക്കുന്ന ഉത്തമമായിരിക്കും. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അർത്ഥമറിഞ്ഞ് പഠിച്ചാലേ അതിന് ഗുണമുണ്ടാകുകയുള്ളൂ. പിന്നെയാണ് ദാനങ്ങൾ. അന്നദാനമുണ്ട്, ദ്രവ്യദാനം ഒക്കെയാണ് ദാനത്തിൽപ്പെടുന്നത്. ഈശ്വര പ്രണതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈശ്വരപ്രീതിക്കുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ ഈശ്വരൻ്റെ സാന്നിധ്യമായി. തപസ് അതായത് ജപം ഒക്കെ അതിൻ്റെ അകത്ത് പെടും. ധ്യാനിച്ച് തപസ് അനുഷ്ഠിക്കുന്നതിനാണ് തപസ്. അതുപോലെ തന്നെ ആസനം മുഖ്യമായൊരു ഘടകമാണ്. ചിലവർക്ക് നടുവേദനയൊക്കെ ഉള്ളവർക്ക് ചമ്പരം പടിഞ്ഞിരിക്കാൻ പറ്റില്ല. അതപ്പോൾ കസേരയിലാണെങ്കിലും ഇരിക്കാം. പക്ഷേ ഇഷ്ടമുള്ള ആസനത്തിൽ നമുക്ക് ഉറക്കം വരാത്ത രീതിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള സംവിധാനമുണ്ട്. അതിനാണ് ആസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പത്മാസനമുണ്ട്, വീരാസനമുണ്ട്, സ്വസ്തികാസനമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സാധകര അത് പ്രാക്ടീസ് ചെയ്തവർക്കുള്ളതാണ് അത്രയും വലിയ ആസനങ്ങളൊക്കെ. പിന്നെ പ്രാണായാമം മുഖ്യമായിട്ടുള്ള കാര്യമാണ്. പ്രാണായാമത്തിൽ 3 ഘടകമാണുള്ളത്. പൂരകം, രേചകം, കുംഭകം എന്നിങ്ങനെ. അതായത് പതുക്കെ വായു അകത്തേക്ക് കിടക്കുന്നതിന് പൂരകമെന്നും കുറേശ്ശെ പുറത്തേക്ക് വിടുന്നതിന് രേചകമെന്നും ഉള്ളിൽ കുംഭിച്ച് നിർത്തുന്നതിന് അല്ല പിടിച്ചു നിർത്തുന്നതിന് കുംഭകം എന്നും പറയുന്നു. ഓരോ ദിവസവും പ്രാണായാമം 10 വീതം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതായത് അകത്തോട്ട് വലിച്ചു, പിടിച്ചു നിർത്തി, പുറത്തോട്ട് കളഞ്ഞു, അങ്ങനെ അതൊന്ന്. അപ്പം പൂരകവും രേചകവും കുംഭകവും ചെയ്യുന്നതാണ് 1. അങ്ങനെ 10 എണ്ണം ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും ഉത്തമം. അങ്ങനെയൊക്കെ ചെയ്ത് ഭഗവാനെ പ്രാപിച്ചാൽ, അതായത് അഷ്ടാംഗ യോഗങ്ങളിൽ പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു കൂടിപ്പോയി ഒരു അരമണിക്കൂർ മതിയാവും. അങ്ങനെയൊക്കെ ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ഉണ്ടാകുമെന്നാണ് ആചാര്യൻ പറയുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.